നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ. കാളികാവിലും പറയൻമേട്ടിലും വ്യാപക കൃഷിനാശം. പുല്ലങ്കോട് മലവാരത്തിന് താഴെ ഉതിരംപൊയിൽ ഭാഗത്താണ് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചത്. കളിമണ്ണിൽ ജീവിതം മെനഞ്ഞവർ ഉപജീവനത്തിന് പുതിയ തുരുത്തുകൾ തേടുന്നു. കുംഭാരന്മാരാണ് പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കുന്നത്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ വിപണിയൊരുങ്ങി. ദേവാലയങ്ങളും ക്രിസ്ത്യൻ ഭവനങ്ങളും കീഴടക്കാൻ ഇത്തവണ വിദേശികളും എത്തുന്നു. വാർത്തകൾ വിശദമായി. കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങി. കാളികാവിലും പറയൻമേട്ടിലും വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചു. കാളികാവിൽ പുല്ലങ്കോട് മലവാരത്തിന് താഴെ ഉതിരംപൊയിൽ ഭാഗത്താണ് വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. കരുവാരകുണ്ട് പറയൻമേട്ടിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനകൾ ഇറങ്ങി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമായി മാറിയിട്ടുണ്ട്. ഉതിരംപൊയിൽ മലവാരവും കഴിഞ്ഞ് ജനവാസ കേന്ദ്രത്തിന് അടുത്തുള്ള സ്ഥലത്താണ് ആനകൾ കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിന് ദ്രുതകർമ്മസേന രൂപവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും നടപടി ഫലപ്രദമായിട്ടില്ല. ഉതിരംപൊയിലിൽ ലീലാമേനോന്റെ സ്ഥലത്താണ് ആനക്കൂട്ടം കൂടുതൽ നാശം വിതച്ചിട്ടുള്ളത്. ആനശല്യം വീണ്ടും രൂക്ഷമായതോടെ തോട്ടം തൊഴിലാളികൾ കടുത്ത ഭീഷണിയിലാണ്. മലവാരം കഴിഞ്ഞിറങ്ങുന്ന ആനക്കൂട്ടം പകലും കാട്ടിലേക്ക് മടങ്ങാത്തതാണ് പ്രയാസം സൃഷ്ടിക്കുന്നത്. SFI കവള യൂണിറ്റ് സമ്മേളനം നടത്തി. പരിപാടി CPM ഏരിയ സെന്റർ അംഗം E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. SFI എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ്. വലിയ ഉജ്ജ്വലമായ ചരിത്രമുള്ള നിരവധി പോരാട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ മുന്നേറ്റത്തിന്റെയും ഒക്കെ ചരിത്രമുള്ള ഒരു മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. കേരളത്തിൽ കലാലയങ്ങളെ ആകെ എടുത്താൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ആകെയുള്ള വിദ്യാർത്ഥികളിൽ ഏതാണ്ട് പകുതിയിലേറെ ആളുകൾ എന്തായാലും SFIയുടെ വിദ്യാർത്ഥികളാണ്. SFI അംഗങ്ങളായി ഇരിക്കുന്നവരാണ്, SFIയുടെ പ്രവർത്തകന്മാരാണ്. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, SFI ആണ് വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ലിജേഷ് അധ്യക്ഷത വഹിച്ചു. CPM അമരമ്പലം ലോക്കൽ കമ്മിറ്റി അംഗം വാസുദേവൻ, DYFI ഏരിയ പ്രസിഡന്റ് ബാബു വീതൻശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഹമീദ് ലബ്ബ, ഭാഗ്യപ്രകാശ്, സുനിൽകുമാർ, PK സമീർ, SFI ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സനോജ്, സുബിൻ, അൻസാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ ഏതെല്ലാം രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ടെങ്കിലും ഇന്ത്യയിലുണ്ടെങ്കിലും ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിലെ SFI എന്ന സംഘടനയോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വിദ്യാർത്ഥിയായിരിക്കും. ആ ചരിത്രമാണ് SFI. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന CK പത്മനാഭന്റെ മകൻ SFIയുടെ ചെയർമാനായിരുന്നു. അത് വെളിവാക്കുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനായാലും അവന്റെ മക്കൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കലാലയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തുന്ന സംഘടനയാണ് SFI എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIയെ നെഞ്ചേറ്റിയത്. പുതിയ ഭാരവാഹികളായി P ഇർഷാദിനെ പ്രസിഡന്റായും, അൻസാറിനെ വൈസ് പ്രസിഡന്റായും, K ലിജേഷിനെ സെക്രട്ടറിയായും, K രേഷ്മയെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കളിമണ്ണിൽ ജീവിതം മെനഞ്ഞവർ ഉപജീവനത്തിന് പുതിയ തുരുത്തുകൾ തേടുന്നു. നിലമ്പൂരിലെ കുംഭാരന്മാരാണ് പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കുന്നത്. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാതാക്കളായ കുംഭാരന്മാരാണ് ഉപജീവനത്തിന്റെ പുതിയ തുരുത്തുകൾ തേടാൻ നിർബന്ധിതരായിരിക്കുന്നത്. പാത്ര നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ കോവിലകമാണ് കുംഭാരന്മാരെ കുടിയിരുത്തിയത്. ഗാർഹിക ഉപഭോഗത്തിനുള്ള പാത്രങ്ങൾ ലോഹങ്ങളിലും പ്ലാസ്റ്റിക്കിലും ലഭ്യമായി തുടങ്ങിയതോടെ കുംഭാരന്മാർ നിത്യവൃത്തിക്ക് മാർഗമില്ലാത്ത അവസ്ഥയിലായി. ടെറാക്കോട്ട മ്യൂറലുകളുടെ നിർമ്മാണവും അലങ്കാര പാത്രങ്ങളുടെ നിർമ്മാണം നടത്തി പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചവർക്ക് കളിമണ്ണിന്റെ ലഭ്യത കുറവും ഉയർന്ന വിലയുമാണ് തിരിച്ചടിയായിരിക്കുന്നത്. കോഴിക്കോട്, പട്ടാമ്പി, അട്ടപ്പാടി ഭാഗങ്ങളിൽ നിന്നാണ് നിലവിൽ മണ്ണ് കൊണ്ടുവരുന്നത്. 16,000 രൂപയാണ് ഒരു ലോഡിന് നൽകേണ്ടത്. ചരക്കുകൂലി ഉൾപ്പെടെ 20,000-ഓളം രൂപ ചിലവാകുന്നതായി കോളനിയിൽ അവശേഷിക്കുന്ന തൊഴിലാളിയായ പഴമ്പാലക്കോട് കുമാരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് കിട്ടാനില്ല, മണ്ണ് കിട്ടാനില്ല. അവിടുന്ന് പഞ്ചായത്തിൽ നിന്നല്ല ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ടോ? ഷെഡ് നിർമ്മിക്കാനുള്ള സംഗതി കിട്ടിയില്ല ഇത്രയും വർഷമായിട്ട്. അപേക്ഷ കൊടുത്തിരുന്നു, പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. യാതൊരു ആനുകൂല്യം. ലോണൊക്കെ എടുത്തിരുന്നു, ലോൺ ആദ്യം എടുത്തിരുന്നു. പിന്നെ ഇപ്പൊ എടുക്കുന്നില്ല, കാരണം തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചെറുതായിട്ട് ചെയ്യുന്നത്.
ഇപ്പൊ കല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കലം വീടുകളിലാണോ? കാളിയാവില് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും, പീടികളിൽ കടകളിലാണ് വീടുകളിൽ കാര്യമായിട്ട് വിപണി ഇല്ല. അതായത് സ്ത്രീകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? കുറഞ്ഞാല് കുറവുണ്ട്, പക്ഷെ ആരും അങ്ങനെ കൊണ്ടുപോയില്ല. പിന്നെ പീടികളിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അതിനെക്കൊണ്ട് കടകളിൽ കൊടുത്തിട്ട് അവിടെ സപ്ലൈ കൊണ്ടിരിക്കുകയാണ്. മേലാറ്റൂർ, ചുങ്കത്ര, മമ്പാട് ഭാഗങ്ങളിലെ കോളനികളിൽ മണ്ണിറക്കൽ യന്ത്രങ്ങൾ, വർക്ക്ഷെഡ് എന്നിവ പഞ്ചായത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അമരമ്പലം പഞ്ചായത്തിലെ പറമ്പ കോളനിയിൽ ഇതും ലഭിച്ചിട്ടില്ല. ഇതോടെ കോളനിയിലെ പുതുതലമുറ കോൺക്രീറ്റ് പ്രവൃത്തികളിലേക്കും കൂലിപ്പണി ഉൾപ്പെടെയുള്ള പ്രവൃത്തികളിലേക്കും കുടിയേറി. ചട്ടി, കലം, പത്തിരിച്ചട്ടി, പൂച്ചെടി ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും വീടുകളിൽ ഇവ എത്തിച്ചു നൽകുന്ന രീതി നിലച്ചതും ഈ പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പൂക്കോട്ടുംപാടം, കാളികാവ് ഭാഗങ്ങളിലെ കടകളിൽ വിൽപ്പനയ്ക്ക് ചട്ടികൾ എത്താറുണ്ടെങ്കിലും കാര്യമായ ലാഭമോ കൃത്യമായി പണമോ ലഭിക്കാറില്ലെന്നും പരാതിയുണ്ട്. ഇനിയൊരു ഇടവേള.